ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബറോസ് 3D കണ്ടിട്ട് വരുന്ന വഴിയാണ്. പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വഴിതെറ്റി ചെന്ന് കയറിയ ഒരു കുഞ്ഞാടിന്റെ അവസ്ഥയായിരുന്നു ഗൈസ്. എനിക്ക് വേറൊന്നും കൊണ്ടല്ല, ഈ മൂവി കുട്ടികൾക്ക് വേണ്ടി ചെയ്തേക്കുന്ന ഒരു മൂവിയാണ്, ഒരിക്കലും മുതിർന്നവർക്ക് വേണ്ടി ചെയ്തൊരു മൂവിയല്ല. അന്നേരം നമ്മൾ ഇതിനെപ്പറ്റി ഒപ്പീനിയൻ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം കുട്ടികൾ ആസ്വദിക്കുന്ന പോലെ എനിക്കിരുന്ന് ആസ്വദിക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് യൂത്തിനൊക്കെ ഇതിരുന്ന് ആസ്വദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് പറ്റിയിട്ടില്ല, ഒട്ടും പറ്റിയിട്ടില്ല. സീരിയസ്ലി എനിക്ക് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ തിയേറ്ററിൽ ഇരുന്നത്. ഇതിന്റെ ഒരു കറക്റ്റ് അഭിപ്രായക്കാരാണെങ്കിൽ പിള്ളേരെടുത്ത് ചോദിച്ചാലും അറിയാൻ പറ്റും. ഇപ്പൊ എൻ്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വധമായിരുന്നു, ഉള്ള കാര്യം പറയാല്ല. ഒരു 33 കോട്ട് വരെ ഞാൻ എണ്ണി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ലിറ്ററലി ഉറക്കം വന്നു, ഭയങ്കരമായിട്ട് ഉറക്കം വന്നു. കാര്യം നമുക്ക് പറ്റത്തില്ല, എനിക്ക് ആ ഒരു ജോണർ അല്ലെങ്കിൽ ആ കുട്ടികളുടെ അത് ആസ്വദിക്കാനുള്ള ഒരു മെന്റാലിറ്റി നമുക്കില്ല. പ്രത്യേകിച്ച് എനിക്കില്ല. അന്നേരം അതുകൊണ്ടായിരിക്കണം മേ ബി ചിലപ്പോൾ അത് ആസ്വദിക്കുന്ന ആളുകൾ ഉണ്ടാവും. പിന്നെ സ്റ്റോറി അവർ തന്നെ പറഞ്ഞല്ലോ, നിധി കാക്കുന്ന ഭൂതം, അത് തന്നെ സ്റ്റോറി. എന്തായാലും സിനിമ കണ്ട സ്ഥിതിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം ഗൈസ്. സിനിമ തുടങ്ങുന്നത് തന്നെ മമ്മൂട്ടിന്റെ വോയിസ് വെച്ചാണ്. മമ്മൂക്കയാണ് ആ തുടക്കത്തിലുള്ള സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത്. ഇത് 1600 ചില്ലുവാനം എന്തോ വർഷത്തെ വെച്ചിട്ടാണ് ആദ്യം കാണിക്കുന്നത്. പിന്നെ ഒരു പ്രസന്റ് ഡേയിലോട്ട് സിനിമ പോവുകയാണ്. ഇതിന്റെ 3D എഫക്ട്സ് കിടിലമാണ്. നമ്മൾ ഇത്രയും നാൾ നമ്മുടെ മലയാളത്തിൽ 2D ഷൂട്ട് ചെയ്തിട്ട് 3Dയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് സിനിമ ഇറക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി 3Dയിൽ ഷൂട്ട് ചെയ്ത് ഇറക്കിയ ഒരു സിനിമയാണ്. അന്നേരം അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഈ ഒരു മൂവിയിലൂടെ നീളം കാണാനുണ്ട്. ഇതിന്റെ ആദ്യത്തെ ഒരു സാധനം, ഒരു മുഖത്തോട്ടൊരു സാധനം വന്ന് അടിക്കുന്നത്, ലിറ്ററലി ആ ഒരു സീൻ വന്നപ്പോൾ ഞാൻ കണ്ണടച്ചടേ. എനിക്ക് ആ ഒരു ഫീൽ എനിക്ക് കിട്ടി. കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ ആ ഒരു ഫീൽ, നമ്മുടെ മുഖത്തോട്ട് വന്ന് അടിക്കുന്ന ആ ഒരു ഫീൽ കിട്ടി. ഞാൻ കുറേ 3D മൂവീസ് കണ്ടിട്ടുണ്ട്, ബട്ട് ഇന്നേ വരെ അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ഒരു സിനിമയിലും കിട്ടിയിട്ടില്ല. ഒരു ഒബ്ജക്റ്റ് നമ്മുടെ മുഖത്തോട്ട് വന്ന് അടിക്കുമ്പോൾ നമ്മുടെ ഒരു റിഫ്ലക്സ് ഉണ്ടല്ലോ, അത് ഇതുവരെ എനിക്ക് ഒരു മൂവിയിലും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു സാധനത്തിന് അത് കിട്ടിയിട്ടുണ്ട്. അത് നല്ല വെടുപ്പായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി, അതിൻ്റെ ഒരു ക്ലാരിറ്റി, അതിൻ്റെ ഒരു കളറിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര കിടിലമാണ്. അതൊക്കെ എടുത്തു തന്നെ പറയണം. പിന്നെ ഫ്രെയിം ബ്രേക്ക് 3D എന്ന് പറയുന്ന ഒരു സാധനം ട്രെയിലറിനകത്ത് നമ്മൾ കണ്ടു. ഞാൻ ഈ ഫ്രെയിം ബ്രേക്ക് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയത്തില്ല. അന്നേരം ആ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഫ്രെയിം ബ്രേക്ക് എന്ന് പറയുന്ന ഒരു 3D എഫക്റ്റ് ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത്. അതൊക്കെ ഇനി വലിയ ഐമാക്സ് പോലുള്ള തിയേറ്റേഴ്സിലേ ഉള്ളൂ. അത് നമ്മുടെ ഇതുപോലുള്ള നോർമൽ തിയേറ്റേഴ്സിലൊന്നും അതില്ലേ, എനിക്കറിയില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. നമ്മൾ വലിയ റിവ്യൂർ ഒന്നും അല്ലല്ലോ. ഞാൻ എൻ്റെ ഒപ്പീനിയൻ മാത്രം പറയുന്നൊരു വ്യക്തി. അന്നേരം അറിവില്ല പൈതങ്ങളാണ്, ക്ഷമിക്കുക. അന്നേരം ഈ ഫ്രെയിം ബ്രേക്ക് സാധനം ഒന്നും സിനിമയ്ക്കകത്ത് എവിടെയും കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചാൽ. ഓക്കെ, ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാവരും നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ്. കൂടുതലും എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചിരിക്കുന്ന ടീംസാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ഇംഗ്ലീഷ് സിനിമ മലയാളത്തിൽ ഡബ് ചെയ്തിട്ട് കാണുന്ന ഒരു ഫീല് പോലൊക്കെ തോന്നും. കാര്യം മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള പലരെയും പിടിച്ചു വെച്ച് ഇതിനകത്ത് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശ്വേതാമേനനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ലെനയെ കൊണ്ടും ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ദുഷ്ട ക്യാരക്ടർ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്, അവർക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത് നമ്മുടെ മമത മോഹൻദാസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ പ്രമുഖ നടിമാരെ കൊണ്ടും ഇതിനകത്ത് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ബട്ട് ആ ഒരു സാധനം നമുക്ക് അങ്ങോട്ട് സൂചിക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇംഗ്ലീഷുകാരാണ്, അവർ വൈറ്റ്സ് ആണ്. അത് അവർ മലയാളം പറയുമ്പോൾ നമുക്ക് ഒരുമാതിരി അലുവയും മത്തിക്കറിയും പോലുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അത് തന്നെ അങ്ങനെ തോന്നും. പിന്നെ ലാലേട്ടൻ്റെ അഭിനയത്തെ പറ്റിയോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഡയറക്ഷനെ പറ്റിയോ ഒക്കെ പറയാൻ നമ്മൾ ആളല്ല. ഈ ഡയറക്ഷൻ എന്താണെന്ന് എനിക്ക് അറിയത്തു പോലുമില്ല. അന്നേരം അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന ആളുകൾ വന്നിരുന്ന് പറയട്ടെ, അതില്ലേ നല്ലത്. നമ്മൾ അന്നേരം ആ ഒരു മേഖലയിലോട്ട് സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ ഈ മൂവി ഒരു 90% നടക്കുന്നത് ഗോവയിലാണ്. ആ ചുറ്റിപ്പറ്റിയാണ് ഈ സാധനം നടക്കുന്നത്. പിന്നെ 2 ഫൈറ്റ് സീനാണുള്ളത്. അത് തുടക്കത്തിലൊരു ഫൈറ്റ് സീനും പിന്നെ ഒടുക്കം ഫൈറ്റ് സീനും. ഈ 2 ഫൈറ്റ് സീനും നമ്മൾ ആ ട്രെയിലറിൽ കണ്ട പോലെ ആ ഒരു ഗുഹയുണ്ടല്ലോ അതിനകത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ഫൈറ്റ് സീൻ എടുത്ത് നോക്കിയാൽ തന്നെ അതും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ഭയങ്കര വലിയൊരു സൗണ്ട് എഫക്ട്സോ അല്ലെങ്കിൽ വലിയ ആൾക്കാരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ കുട്ടികളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. വളരെ മൈൽഡായിട്ട് വളരെ സ്മൂത്ത് ആയിട്ടാണ് ഫൈറ്റ് സീക്വൻസ് വരെ അവർ ഇതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. സോ ബാറോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയ വളരെ ചെറിയ ഒരു ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു മൂവി. സോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു 3D വിഷ്വൽ ട്രീറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിയേറ്ററിലോട്ട് പോകുന്നത്. സോ അത് കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ബട്ട് ആ ഒരു ഫ്രെയിം ബ്രേക്ക് സാധനം ഭയങ്കര മിസ്സിങ് ആയിരുന്നടേ. അത് ഈ ഫ്രെയിം ബ്രേക്ക് എഫക്റ്റ് ഈ പറയുന്ന ട്രെയിലറിനകത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ ഒരു സാധനം ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചടേ പോയി, സത്യം പറയാമല്ലോ. ബട്ട് അത് കിട്ടിയില്ല, ഉള്ള കാര്യം. പിന്നെ വേറൊരു കാര്യം, ലാലേട്ടൻ അറിയാവുന്ന ലാലേട്ടൻ്റെ പരിചയത്തിലുള്ള എല്ലാവരെയും പിടിച്ചിനകത്ത് അഭിനയിപ്പിച്ചിട്ടുണ്ട്.
കാണിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ആന്റണി പെരുമ്പാവൂർ, അതുപോലെ തന്നെ ലാലേട്ടന്റെ കൂടെ അല്ല റോബോ ആണ്ടത്തിന്റെ കൂട്ടും മുടി വളർത്തിയ ഒരു ചേട്ടൻ നടക്കാറുണ്ടല്ലോ, പുള്ളിയൊക്കെ പിടിച്ചിനകത്ത് അഭിനയിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെയുള്ളൂ ഒരു മലയാളം സെറ്റപ്പിലുള്ളൂ, ബാക്കി എല്ലാവരെയും പുറത്തുനിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. പിന്നെ തിയേറ്ററിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഈ തിയേറ്ററിലെ കസേര അറിയാമല്ലോ, അപ്പുറത്തിരിക്കുന്ന ആൾക്കും ഇപ്പുറത്തിരിക്കുന്ന ആൾക്കും ഈ ഹാൻഡ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഒറ്റ സാധനമേ കാണത്തുള്ളൂ. അപ്പുറത്തിരിക്കുന്ന വ്യക്തി ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടായിരിക്കത്തില്ല, എന്നാലും നമ്മൾ ഒരു പരസ്പര ധാരണയുടെ പുറത്താണ് കൈ ഇങ്ങനെ വെക്കുന്നത്. ഈ കൈ ഇങ്ങനെ ചാരി വെക്കുമല്ലോ. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഒരു പരസ്പര ധാരണയിൽ കൈ ഇങ്ങനെ വെക്കും. കൈ വെക്കുമ്പോൾ ചിലപ്പോൾ ഷോൾഡേഴ്സ് തമ്മിൽ രണ്ടുപേരുടെയും തട്ടിയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അന്നേരം നമുക്ക് ഒരു വലിയ പ്രശ്നമൊന്നും തോന്നത്തില്ല. പക്ഷെ ഇപ്പോൾ ഒക്കെ അങ്ങനെ ആരെങ്കിലും വന്ന് തട്ടി ഇരിക്കുമ്പോൾ മൊത്തത്തിൽ ഒരു വശപ്പശ ഫീൽ ചെയ്യാറുണ്ട്. ഉള്ള കാര്യം പറയല്ലോ, നമ്മുടെ ഒരു സൊസൈറ്റിയുടെ പോക്ക് ആ ഒരു രീതിയിലോട്ട് ആയതിൻ്റെ പേരിലായിരിക്കാം അടുത്തിരിക്കുന്നവൻ ആണോ എന്നൊരു സംശയം എപ്പോഴും ഉള്ളിലുണ്ട്. ഓക്കെ, അതുപോലെ ഒരു ഇൻസിഡൻറ്റ് ഇന്നും ഉണ്ടായി ഗൈസ്. അപ്പോൾ ആ പുള്ളി സ്ട്രെയിറ്റ് ആണെന്ന് തോന്നുന്നു, നോ ഐഡിയ. ബാറോസിലോട്ട് വരുവാണെങ്കിൽ 2024 ഏറ്റവും അവസാനത്തെ മൂവിയാണെന്ന് തോന്നുന്നു ബാറോസ്. മനക്കെട്ടിയുള്ളവർ മാർക്കോയ്ക്ക് പോവുക, മനക്കെട്ടി ഇല്ലാത്തവർ ഫാമിലിയായിട്ട് പോകേണ്ടവർ ബാറോസിന് പോവുക. ഇതേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. അപ്പം നിങ്ങൾ ബാറോസ് കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതലൊന്നും പറയില്ല. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ.